അദ്ദേഹം ചെലുത്തിയ സ്വാധീനമാണ് പിന്നീട് കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി നൽകിയത്. അതാണ് നമ്മുടെ ഈ ചരിത്രം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മഹാന്മാരുമായിട്ടുള്ള സമ്പർക്കമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മാറ്റം വരുത്തേണ്ട സബ്ജക്റ്റുകളിൽ മാറ്റം വരുത്താൻ ഗാന്ധിജിയെ പോലും പ്രേരിപ്പിച്ചത്. പക്ഷെ ഇങ്ങനെ ഇത് പലതും, അതുപോലെ തന്നെ ബാബു ജഗ്ജീവൻ റാമിന് പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൊടുത്ത് ഇന്ദിരാഗാന്ധി രാജ്യരക്ഷ വരെ അദ്ദേഹത്തിനെ ആക്കി. പക്ഷേ അദ്ദേഹം അല്പം എന്താ പറയുക ട്രാക്കൊന്നും തെറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുമായിരുന്നു. അദ്ദേഹത്തിന് ട്രാക്ക് തെറ്റിപ്പോയി. അദ്ദേഹത്തിനെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി അതേപോലെ തന്നെ സഞ്ജീവ് അയ്യ, അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രമുണ്ട് കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ പ്രസംഗിക്കുക മാത്രമല്ല, അത് പ്രായോഗികമാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇത്തവണ ഈ മന്ത്രിസഭയിൽ കെ രാധാകൃഷ്ണനെ ആദ്യം മന്ത്രിയാക്കി ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചപ്പോൾ DYFIക്കാർ ഒരു പ്രചരണം നടത്തി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായി കേരളത്തിലൊരു ദളിതനെ ദേവസ്വം വകുപ്പ് ഏൽപ്പിച്ചു. എപ്പോഴാണ് വല്ലതും പറഞ്ഞത്, അല്ല കരുണാകരനാണ് വെള്ള ഈശ്വരനെ ഏൽപ്പിച്ച്. പിന്നീട് KK ബാലകൃഷ്ണനെ AK ഏൽപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ ചരിത്രമാണ്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന രാധാകൃഷ്ണനെ, മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരുന്ന രാധാകൃഷ്ണനെ വെറുതെ അവിടെ ആലത്തൂർ നിർത്തി ഡൽഹിക്ക് അയച്ചു. പകരം പട്ടിക വർഗത്തിൽപ്പെട്ട കേളുവിനെ മന്ത്രിയാക്കി ദേവസ്വം വകുപ്പ് കൊടുത്തില്ല. എന്താ, കേളു വകുപ്പ് കൈകാര്യം ചെയ്യാൻ കുഴപ്പം വരുന്നുണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, രാധാകൃഷ്ണനെ പറഞ്ഞേക്കേണ്ട കാര്യമില്ലല്ലോ. ആലത്തൂര് വേറെ എനിക്ക് അന്ന് അവിടെ ബാലനുണ്ടല്ലോ. അത് ആഭ്യന്തര കാര്യമാണെങ്കിലും മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെ തന്നെ ഡൽഹിക്ക് പിണറായിക്ക് അറിയാലോ, അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അയച്ച് പകരം വെച്ച മന്ത്രിക്ക് വകുപ്പ് കൊടുത്തില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, വർണ്ണവിവേചനം ആർക്കാണ്? എന്നുവെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ. അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ യുവതലമുറയെ പഠിപ്പിക്കാൻ കൂടിയാണ് ദളിത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ചടങ്ങുകൾ നടത്തുന്നത്. അതിനൊക്കെ കുറേ പ്രാധാന്യവും പബ്ലിസിറ്റിയും നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. യുവാക്കളെ കൂടുതൽ നമ്മൾ പങ്കെടുപ്പിക്കണം.